ഇപ്പോൾ വാട്സപ്പിൽ തന്നെ 2 GB വരെയുള്ള ഫയലുകളൊക്കെ സെൻഡ് ചെയ്യാനുള്ള ഫീച്ചർ എത്തിയിട്ടുണ്ട്. ഇനി നിങ്ങളുടെ കയ്യിലുള്ള ഫയലിൻ്റെ സൈസ് 2 GB കൂടുതലാണെന്നുണ്ടെങ്കിൽ അതെങ്ങനെ സെൻഡ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത്. അതുമാത്രമല്ല പല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫീച്ചേഴ്സും ഇതിൽ വേറെ വരുന്നുണ്ട്. ഇങ്ങനെ ഫയൽ സെൻഡ് ചെയ്യാൻ സെപ്പറേറ്റ് ഒരു ആപ്പിൻ്റെ ആവശ്യമൊന്നുമില്ല. ഒരു വെബ്സൈറ്റാണ് ഇതിനു വേണ്ടി സഹായിക്കുന്നത്. ഫയൽ ട്രാൻസ്ഫർ IO എന്നാണ് വെബ്സൈറ്റിൻ്റെ പേര്. വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഗൂഗിളിൽ പോയതിന് ശേഷം ഫയൽ ട്രാൻസ്ഫർ എന്ന് സെർച്ച് ചെയ്യുക. ഫയൽ ട്രാൻസ്ഫർ എന്ന് സെർച്ച് ചെയ്താൽ താഴത്തോട്ട് സ്ക്രോൾ ചെയ്യുമ്പം നമുക്ക് ഫയൽ ട്രാൻസ്ഫർ .io എന്നുള്ളൊരു വെബ്സൈറ്റ് കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്താൽ ഇതുപോലുള്ളൊരു ഇൻ്റർഫേസ് ആണ് വരിക. താഴത്തോട്ട് സ്ക്രോൾ ചെയ്താൽ ഇതിലുള്ള ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഇതിൽ 6 GB വരെയുള്ള ഫയലുകൾ നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഈ ഒരു ഫയൽ 50 പേർക്ക് വരെ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. പിന്നെ ഈ ഒരു ഫയൽ 21 ദിവസം ഇതിൽ കിടക്കുന്നതായിരിക്കും. അത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഡിലീറ്റ് ആയി പോകുന്നതായിരിക്കും. ഇനി എങ്ങനെയാണ് ഫയൽ ഇതിലോട്ട് ആഡ് ചെയ്യുക എന്ന് വെച്ചാൽ സെൻഡ് ഫയൽ എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് വേണ്ട ഫയൽ ഇതിലോട്ട് ആഡ് ചെയ്യാവുന്നതാണ്. 6 GB വരെയുള്ള ഫയലുകൾ നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്യാം. അപ്പം ഒരു ഉദാഹരണത്തിനായിട്ട് ഞാൻ ഈ ഒരു ഫയൽ സെലക്ട് ചെയ്യാണ്. ഈ ഒരു ഫയൽ അപ്ലോഡ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്. ഫയൽ അപ്ലോഡ് ആയി കഴിഞ്ഞാൽ ഇതുപോലുള്ളൊരു പേജിലോട്ട് പോകുന്നതായിരിക്കും. പിന്നെ ഇതിൽ വേറെയും കുറേ ഓപ്ഷൻസ് വരുന്നുണ്ട്. ആദ്യം എഡിറ്റ് നെയിം എന്നുള്ളൊരു ഓപ്ഷൻ വരുന്നുണ്ട്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പേരിൽ മാറ്റങ്ങൾ വരുത്താവുന്നതാണ്. അപ്പം അങ്ങനെ പേരിൽ മാറ്റം വരുത്താം. അത് കഴിഞ്ഞാൽ മോണിറ്റൈസ് ഫയൽ എന്നുള്ളൊരു ഓപ്ഷൻ വരുന്നുണ്ട്. ഇത് സംഭവം എന്ന് വെച്ചാൽ ഈ ഒരു ഫയൽ നമുക്ക് മോണിറ്റൈസ് ചെയ്യാവുന്നതാണ്. അതായത് പൈസ കൊടുത്താൽ മാത്രമേ ഈ ഒരു ഫയൽ ഡൗൺലോഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം അങ്ങനെയും നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാവുന്നതാണ്. അത് കഴിഞ്ഞാൽ സെക്യൂരിറ്റി സെറ്റിംഗ്സ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ പറ്റും. ഇത് സംഭവം എന്താണെന്ന് വെച്ചാൽ നമുക്ക് പാസ്വേഡ് ഇതിൽ സെറ്റ് ചെയ്യാവുന്നതാണ്. അപ്പം പാസ്വേഡ് അടിച്ചാൽ മാത്രമേ ഈ ഒരു ഫയൽ ഡൗൺലോഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ആരുടെങ്കിലൊക്കെ കയ്യിൽ ഈ ഫയലിൻ്റെ ലിങ്ക് കിട്ടി എന്ന് വിചാരിച്ചിട്ട് അവർക്ക് ഡൗൺലോഡ് ചെയ്യാൻ കഴിയില്ല. പാസ്വേഡ് അറിഞ്ഞിരിക്കണം. അത് കഴിഞ്ഞാൽ ഡിലീറ്റ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഡിലീറ്റ് ചെയ്യാവുന്നതാണ്. ഇനി ഈ ഫയൽ എങ്ങനെയാണ് ഷെയർ ചെയ്യുക എന്ന് വെച്ചാൽ താഴത്ത് നമുക്ക് കോപ്പി ലിങ്ക് എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്താൽ ഈ ഫയൽ കോപ്പി ആവുന്നതായിരിക്കും. എന്നിട്ട് നമുക്ക് വാട്സപ്പ് വഴിയോ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് വഴിയൊക്കെ ഷെയർ ചെയ്യാവുന്നതാണ്. പിന്നെ ഇമെയിലായിട്ട് ഡയറക്റ്റ് സെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്താൽ മതി. ഇനി ഈ ഒരു പാക്കേജിലോട്ട് നമുക്ക് കൂടുതൽ ഫയൽസ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതും ചെയ്യാൻ പറ്റും. താഴത്ത് ആഡ് മോർ ഫയൽസ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് കൂടുതൽ ഫയൽസ് നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്യാവുന്നതാണ്. ഇനി ഇത് ഡൗൺലോഡ് ചെയ്യുന്നതിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു കോപ്പി ചെയ്തിട്ടുള്ള ലിങ്ക് അത് ഒരു ബ്രൗസറിൽ ഓപ്പൺ ചെയ്യാം. ഇപ്പോൾ ഞാൻ ആ ഒരു ലിങ്ക് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇവിടെ താഴത്ത് നമുക്ക് ഡൗൺലോഡ് ഡാറ്റ പാക്കേജ് എന്ന് കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്താൽ ഇത് ഡൗൺലോഡ് ആവുന്നതായിരിക്കും. ഇപ്പം ഈ ഒരു ഫയൽ ഇവിടെ ഡൗൺലോഡ് ആയിട്ടുണ്ട്. സിപ്പ് ഫോർമാറ്റിലാണ് ഫയൽ വരുന്നത്. കാരണം 2 ഫയൽ അതിൽ വരുന്നുണ്ട്. അതുകൊണ്ടാണ് സിപ്പ് ഫോർമാറ്റിൽ ഡൗൺലോഡ് ആയത്. പിന്നെ ഇതിൻ്റെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്താ വെച്ചാൽ നമ്മൾ സൈൻ ഇൻ ചെയ്യേണ്ട ആവശ്യം പോലും ഇല്ല. സൈൻ ഇൻ ചെയ്യാതെ തന്നെ നമുക്ക് ഫയൽ അപ്ലോഡ് ചെയ്യാം. അതുപോലെ തന്നെ ഡൗൺലോഡൊക്കെ ചെയ്യാവുന്നതാണ്. അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയെന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഇതുപോലുള്ള വീഡിയോസ് ഇനിയും കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനലും സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്.